ഇതൊരു കഥ പറയാം. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ സംഭവിക്കുകയാണെങ്കിലും അതെല്ലാം ഈശ്വരൻ്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്, എല്ലാം നല്ലതിനാണ് എന്ന് പറയുന്ന ഒരു കഥയാണ് കേട്ടോ. ഒരിക്കലും ഒരു രാജാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം തികഞ്ഞ ഒരു ഈശ്വരവിശ്വാസിയായിരുന്നു. അദ്ദേഹം വിശ്വസിച്ചിരുന്നതും ഇങ്ങനെ തന്നെയായിരുന്നു. എന്ത് ബുദ്ധിമുട്ടുകൾ, ആപത്തുകൾ നമുക്ക് വന്നാലും അതെല്ലാം ഈശ്വരൻ്റെ ഇച്ഛയാണ്, അതെല്ലാം നല്ലതിനാണ് എന്നാണ് അദ്ദേഹം വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ തികഞ്ഞ ഈശ്വരവിശ്വാസിയായിട്ടുള്ള ഒരു മന്ത്രിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലക്രമത്തിൽ ഈ രാജാവ് മരണപ്പെട്ടു. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകനാണ്, രാജകുമാരനാണ് പിന്നീട് രാജാവായത്. അദ്ദേഹത്തിനാണെങ്കിലോ അങ്ങനെ വലിയ ഭക്തിയൊന്നും, ഈശ്വരന് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. മന്ത്രിയാകട്ടെ പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ട് പോന്നു. അങ്ങനെ ഒരിക്കൽ ഈ രാജാവും മന്ത്രിയും കൂടെ നായാട്ടിന് പോയി, വനത്തിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ രാജാവിൻ്റെ കൈ ഒന്ന് ചെറുതായി മുറിഞ്ഞു. അപ്പോൾ അത് മന്ത്രിയെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, ഇത് നല്ലതിനാണെന്ന് പറഞ്ഞു. അങ്ങനെ രാജാവിന് ദേഷ്യം വന്നു. കാരണം തൻ്റെ കൈ മുറിഞ്ഞപ്പോൾ മന്ത്രി ഇങ്ങനെയാണല്ലോ, നല്ലതിനാണെന്നല്ലോ പറഞ്ഞത്, അപ്പോൾ തന്നോട് സ്നേഹമില്ലാത്തത് കൊണ്ടാണ് എന്ന് കരുതിയിട്ട് രാജാവ് മന്ത്രിയെ ജയിലിലടച്ചു. അങ്ങനെ മുറിവൊക്കെ വെച്ച് കെട്ടി വൈദ്യനെയൊക്കെ വിളിച്ചിട്ട് പിന്നീട് 2 ദിവസം കഴിഞ്ഞ് ഇദ്ദേഹം പിന്നെയും നായാട്ടിന് പോയി. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറേ കാപാലികന്മാർ വന്നിട്ട് ഇദ്ദേഹത്തെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. അവിടെ അമാവാസി ദിവസം ഗംഭീര പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ബലി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. അങ്ങനെ പൂജയൊക്കെ ഗംഭീരമായിട്ട് പുരോഗമിക്കുകയാണ്. ഇദ്ദേഹത്തെ ചുവന്ന പട്ടൊക്കെ ഉടിപ്പിച്ചു, ചെമ്പരത്തി പൂമാലയൊക്കെ അണിയിച്ചിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തി. അങ്ങനെ പൂജ കഴിഞ്ഞു. അപ്പോൾ ഇദ്ദേഹത്തിന് നല്ല പേടിയാവും കിട്ടുമോ രാജാവിന്, തൻ്റെ ജീവൻ ഇപ്പോൾ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ പൂജാരി വന്നിട്ട് ഇദ്ദേഹത്തിന് ബലി കൊടുക്കാനായി വരുന്ന സമയത്ത് ആ ദേഹമൊക്കെ ഒന്ന് പരിശോധിച്ചപ്പോൾ കയ്യിലൊരു മുറിവ് കണ്ടു. അപ്പോൾ പറഞ്ഞു, ഈ ദേഹം ബലി കൊടുക്കാൻ ആയിട്ട് ഉചിതമല്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തെ വിട്ടയച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി മന്ത്രി പറഞ്ഞ വാക്കുകളെല്ലാം നല്ലതിനാന്നുള്ളത്. വേഗം മന്ത്രിയുടെ അടുത്തേക്ക് ഓടി വന്ന് മന്ത്രിയെ മാപ്പ് അപേക്ഷിച്ചു, ജയിലിൽ നിന്ന് മോചിതനാക്കി. എന്നോട് ചോദിച്ചു, എൻ്റെ കാര്യത്തിൽ ശരിയാണ്, നല്ലതിനായിരുന്നു, അങ്ങേ ഞാനിപ്പോൾ പിടിച്ച് ജയിലിലടച്ചുല്ലോ, അതും നല്ലതിനായിരുന്നു എന്നാണോ അങ്ങ് പറയണത്? അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, അതും നല്ലതിന് തന്നെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാന്ന് ചോദിച്ചു രാജാവ്. അപ്പോൾ മന്ത്രി പറയാണ്, അങ്ങ് ഇപ്പം എന്നെ ജയിലിൽ അടച്ചത് കൊണ്ടാണല്ലോ ഞാൻ അങ്ങയുടെ കൂടെ നായാട്ടിന് വരാതിരുന്നത്, അല്ലെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ വരുമായിരുന്നു, അങ്ങയും എന്നെയും പിടിച്ചു കെട്ടും, അങ്ങയുടെ ശരീരം ഉചിതമല്ല മുറിവ് കണ്ടതുകൊണ്ട് എന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അടുത്തത് എന്നെയാണ് അവർ ബലി കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് രക്ഷ നേടാനായിട്ട് സാധിച്ചില്ലേ, അത് അങ്ങ് ജയിലിലിട്ടത് കൊണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് മന്ത്രി പറഞ്ഞത് നേരാണ്, എല്ലാം നല്ലതിനായിരുന്നു എന്ന്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടെങ്കിലും എന്തൊക്കെ ആപത്തുകൾ നമുക്ക് വരികയാണെങ്കിലും അതെല്ലാം ഈശ്വരൻ്റെ നിശ്ചയം പോലെയാണ് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ, എല്ലാം നല്ലതിനായിരിക്കും എന്ന് തന്നെ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നിനും ഒരു സങ്കടം വരില്ല എന്നാണ് ഈ ഒരു കഥയിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ.